നമ്മള് മിനിമം സദ്യയുടെ എണ്ണം ഒന്നാണ്. ഒരു സദ്യ ഒരു സദ്യ ചോദിച്ചാലും കൊടുക്കും, 15,000 ചോദിച്ചാലും കൊടുക്കും. ഇത്രയും വലിയ ചെമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ചെമ്പിന്റെ പ്രത്യേകത എന്താ അറിയോ? 2000 പേർക്ക് ഒറ്റയടിക്ക് ചോറ് വയ്ക്കാൻ പറ്റുന്ന ചെമ്പാണത്. അതായത് 200 കിലോ അരി, 4 ചാക്ക് അരി. ഞാൻ ആദ്യമായിട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒരു സംഭവം? കലവറ എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇതാണ് ശരിക്കുള്ള കലവറ കേട്ടോ. ഇത് 800 ലിറ്റർ കപ്പാസിറ്റി കേട്ടോ ഒരു ചെമ്പ്. അതായത് ഒരു ഇലന്റെ ഒരു അരികിലൊരു പൊട്ടിടുന്ന ഇഞ്ചിപ്പുളിയാണ് 2 ചെമ്പിൽ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ഇവിടുത്തെ ക്വാണ്ടിറ്റി എത്രയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാലോ. എല്ലാ ദിവസവും 15,000 പേർക്ക് സദ്യ ഒരുക്കുന്ന വിജയലക്ഷ്മി കാറ്ററിംഗിലാണ് കേട്ടോ നമ്മളുള്ളത്. സദ്യക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഓണമൊക്കെ വരികയാണ്. എറണാകുളത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സദ്യ കിട്ടും. വിളിച്ചു പറഞ്ഞാൽ മതി, ജസ്റ്റ് ഒരു കോൾ ചെയ്താൽ മതി. നിങ്ങളെ വീട്ടുമുറ്റത്ത്, ഓഫീസ് മുറ്റത്ത് എവിടെ വേണമെങ്കിലും സദ്യ എത്തും. അപ്പൊ ഇനി ഇത്തവണ ഓണത്തിന് സദ്യ കിട്ടിയില്ല എന്ന് ആരും പറയരുത് കേട്ടോ. അപ്പൊ നമ്മളെ പുലർച്ചെ 2 മണിക്ക് വന്നാട്ടോ. ഇപ്പൊ സമയം 12:45. മനോജ് ഭായി, മനോജ് ഭായി എത്ര വർഷമായി നമ്മൾ ഈ കാറ്ററിംഗ് തുടങ്ങിയിട്ട്? നമ്മള് 2017 മുതലാണ് ആക്റ്റീവായിട്ട് ഇവിടെ തൃപ്പൂണിത്തുറയിൽ നമ്മൾ വിജയലക്ഷ്മി കാറ്ററിംഗ് എന്നുള്ള പേരിൽ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കലവറ എന്നുള്ള ഔട്ട്ലെറ്റുകളാണ് നമുക്കുള്ളത്. അത് സദ്യക്കറി ഔട്ട്ലെറ്റുകളാണ്. അത് 2001 കോവിഡ് മുതലാണ് നമ്മൾ ആ ഔട്ട്ലെറ്റിലോട്ട് ഇറങ്ങുന്നത്. എത്ര ഔട്ട്ലെറ്റ് ഉണ്ട് നമുക്ക്? 6 ഔട്ട്ലെറ്റ് ആണ് എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് ഉള്ളത്. അതെ. അപ്പൊ അവിടെയൊക്കെ വന്നാൽ എപ്പോ വേണമെങ്കിൽ നമുക്ക് സദ്യ കിട്ടും. അതായത് പ്രീ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രീ ബുക്ക് ചെയ്യാം. അതല്ലാതെ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലും സദ്യ മാത്രമോ അല്ലെങ്കിൽ സദ്യയുടെ കറികളോ പായസമോ എന്ത് വേണമെങ്കിലും കിട്ടും. ഇപ്പൊ പെട്ടെന്ന് വീട്ടിലേക്ക് ഒരു ഗസ്റ്റുകൾ വന്നാൽ അവർക്ക് സദ്യയാണ് വേണ്ടിയെന്ന് പറഞ്ഞാൽ ഒരു കോളില് സദ്യ കിട്ടും. ഇനി അതല്ല പായസം മാത്രം മതിയെങ്കിൽ പായസം മാത്രം, സാമ്പാർ വേണമെങ്കിൽ സാമ്പാർ, എന്ത് വേണമെങ്കിലും അവരുടെ ആവശ്യം മിനിമം ഹാഫ് ലിറ്റർ, ഇഞ്ചിപ്പുളി വേണമെങ്കിൽ ഇഞ്ചിപ്പുളി, അങ്ങനെ എന്തോ അച്ചാറുകള്, പിന്നെ പാലക്കാടൻ കൊണ്ടാട്ടങ്ങള്, പിന്നെ സ്വീറ്റ്സ്, അരിമുറുക്ക്, ബോളി, അങ്ങനെ ധാരാളം പ്രൊഡക്റ്റ് നമ്മുടെ അടുത്തുണ്ട്. ചിലരിപ്പോ അവിയലും സാമ്പാർ മാത്രമായിട്ട് അങ്ങനെ മേടിക്കും അല്ലെ? അങ്ങനെ മാത്രം വേണമെങ്കിൽ ഫുൾ സെറ്റ് സദ്യ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ എറണാകുളം സിറ്റിയിൽ മാത്രം, അതായത് എറണാകുളം ശൈലിയിലുള്ള 2 പായസമുള്ള സദ്യ. ഇനി അതല്ല അത്രയും ബഡ്ജറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ മിനി സദ്യ. ഇനി അതല്ല ഒരു സാധാരണ ഒരു ജോലിക്കാരന് വേണമെങ്കിൽ പൊതിച്ചോറ്. വെജിറ്റേറിയൻ പൊതിച്ചോറ്. എത്ര പേർക്ക് വരെയുള്ള സദ്യ വെക്കും നിങ്ങള്? നമുക്ക് ഇവിടെ കിച്ചൺ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 15,000-20,000 പേരുടെ കിച്ചൺ കപ്പാസിറ്റി ആണ് ഇവിടെ ഉള്ളത്. ഇത് ഒരു കാണേണ്ട സംഭവം കേട്ടോ. ഞാന് ഇത്രയും വലിയ ചോറ് വെക്കണ ആ പാത്രല്ലേ, ചെമ്പോ എന്തായാലും പറയാ, അത് ചെമ്പാണ്. ചെമ്പ് അത് കാണുന്നത് ഇവിടെ വന്നിട്ടാണ്. കാരണം 4 ചാക്ക് അരി അതിനകത്ത് ചോറ് വെക്കാം, അത്രയും വെക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം കേട്ടോ, ഉരുളികളായിക്കോട്ടെ, പായസം ഉണ്ടാക്കണ കറികൾ ഉണ്ടായിക്കോട്ടെ. എത്ര പേര് ജോലി ചെയ്തിട്ട് ഇവിടെ? സ്ഥിരമായിട്ടുള്ള ആൾക്കാർ 30 മുതൽ 50 വരെ ആൾക്കാർ സ്ഥിരമായിട്ടുണ്ട്. പിന്നെ സീസണിൽ നമ്മൾ വിളിക്കുന്ന ഒരു 50 മുതൽ 100 വരെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ വിളമ്പാനായിട്ട് വരുന്ന 400ഓളം കുട്ടികളുണ്ട്. ശരി. അതായത് വിഷു, ഓണം അങ്ങനെയുള്ള സമയങ്ങളിൽ 400 പേര് വരെ വിളമ്പാൻ വേണ്ടി വരും. കുറെ പേർക്ക് ജോലി കൊടുക്കുന്ന ഒരാൾ കൂടിയാണ് കേട്ടോ. വളരെ സിമ്പിൾ ആണെന്നുള്ളതാണ്. ഇവിടെ മനോജ് ഭായിന്റെ അച്ഛനുണ്ട്, ബ്രദർ, ഇവരെല്ലാരും കൂടി വീട് ഇവിടെ തന്നെയാണ്. വീട് പഴയൊരു തറവാടാണല്ലോ അല്ലെ? തറവാടാണ്. പിന്നെ ഇതെല്ലാം ഒരു ഫാമിലി ആയിട്ടാണ് കൈകാര്യം ചെയ്ത് പോകുന്നത്. സ്റ്റാഫ്, മുതലാളിമാര് എന്നുള്ള ബന്ധമൊന്നും ഇല്ല. എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. കാരണം പുലർച്ചയ്ക്ക് വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ആക്റ്റീവായി, ഇടയ്ക്കിടയ്ക്ക് ചായ ഒക്കെ കൊടുത്ത്. അതെ. അങ്ങനെയാണ് ഈ ഒരു പ്രസ്ഥാനം മുമ്പോട്ട് പോകുള്ളൂ. കാരണം എന്നും വേണ്ടതാണ്. നമുക്ക് ചെയ്യുന്നത് ഭക്ഷണമാണ്. അപ്പൊ അതിനോട് നമ്മൾ സത്യസന്ധതയും നീതിയൊക്കെ പുലർത്തിയാൽ മാത്രമല്ലേ സാധിക്കുള്ളൂ. 2010 മുതൽ ഈ ഒരു ഫീൽഡായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ജോലി ചെയ്തത്. പിന്നെ പഠിച്ചത് ഹോട്ടൽ മാനേജ്മെന്റാണ്, 3 വർഷത്തെ കോഴ്സ്. ഇതിനോടുള്ള താല്പര്യം കൊണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇതായിട്ട് വന്നത്. വൈഫും എല്ലാരും ഇൻക്ലൂഡഡ് ആണ് അല്ലെ? എല്ലാവരും. മനോജ് ഭായിന്റെ കാറ്ററിംഗിന്റെ പേര് വിജയലക്ഷ്മി കാറ്ററിംഗ് തൃപ്പൂണിത്തുറ. നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത് കലവറ എന്നാണ്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും പോയി സദ്യ വെച്ചു കൊടുക്കും. സദ്യ വെച്ചു കൊടുക്കും. അതേപോലെ തന്നെ എറണാകുളത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പിന്നെ ഓണമൊക്കെ വരാൻ പോവാണ്. ഏത് സമയത്ത് വിളിച്ചാലും സദ്യ. 365 ഡേയ്സ് സദ്യ. അങ്ങനെയാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതാണ്. അങ്ങനെ എല്ലാ ദിവസവും സദ്യയും പായസവും കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു താല്പര്യവും ആഗ്രഹവും. അതാണ്. ഇപ്പൊ നമുക്ക് സദ്യ കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ അല്ലെ? നമുക്കിപ്പോ നിലവിൽ നമുക്ക് ഇത് കാറ്ററിംഗിന്റെ കിച്ചൺ ആണല്ലോ. എന്നാലും നമുക്ക് സദ്യ കഴിക്കാം. എങ്ങനെ ഉണ്ട് നോക്കാലോ. 2 തരം പായസം, 2 തരം പായസമുള്ള സദ്യയാണ്. പായസമൊക്കെ ഉണ്ടാക്കണ കണ്ടപ്പോ തുടങ്ങിയത് കൊതിയാണ് കേട്ടോ. കാരണം വലിയ ഉരുളിയിൽ പായസം ഉണ്ടാക്കുക, തീർച്ചയായിട്ടും എല്ലാ സെറ്റപ്പുകളും. കഷ്ണങ്ങൾ മുറിക്കാൻ വേണ്ടി കുറെ പേര് ചിപ്സ് തന്നെ ഇവിടെ ലൈവായിട്ട് ചിപ്സ് വറുത്തോണ്ടിരിക്കണം. അങ്ങനെ ഓൾമോസ്റ്റ് വലിയൊരു ഹൈ സെറ്റപ്പാണ്. ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഓണത്തിരക്കുകളിലേക്കാണല്ലോ. ഓണത്തിരക്കുകളിലെ ഓഫീസ് സദ്യകള് അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികള്, എല്ലാവരുടെയും പരിപാടികളാണ്. കെട്ടുകണക്കിനാണ് ഇല സ്റ്റോക്ക് ചെയ്ത് വെച്ചത്. എല്ലാ ദിവസത്തെയും ആവശ്യം അനുസരിച്ച് വന്നോണ്ടിരിക്കും. ഡെയിലി ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിളും ഇലയും കാര്യങ്ങളൊക്കെ നമുക്ക് വരാനുള്ള സൗകര്യങ്ങളുണ്ട്.
ഒരു 6-7 വണ്ടി ഉണ്ട് എല്ലാം അവിടെ എല്ലാം എത്തിക്കാൻ നമുക്ക് വേണ്ടിയിട്ടുള്ള എത്തിക്കാം. പിന്നെ നമ്മുടെ സഹായിക്കുന്ന നമ്മുടെ ഒപ്പമുള്ള വണ്ടിക്കാര് കുറെ ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു അതെ സംവിധാനമാണ്. അതെ ഒരാളുടെ ഒരാളുടേതല്ല. അതിനെ ചുക്കാൻ പിടിക്കുന്നത് മനോജ് ഭായി എന്ന് മാത്രം. അപ്പൊ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വിളിക്കാം, ഞാൻ നമ്പർ കൊടുക്കാം. മനോജ് ഭായിന് കേരളത്തിൽ എവിടെ വേണമെങ്കിലും വന്ന് സദ്യ വെച്ച് തരും. എറണാകുളത്ത് എവിടെ വേണം, ആർക്ക് വേണമെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും സദ്യ കിട്ടും. ഏത് സമയത്ത് പറഞ്ഞാൽ രാവിലെ എത്ര മണിക്ക് സദ്യ റെഡിയാവും? രാവിലെ നമുക്ക് 8:30 മണി തൊട്ട് സദ്യ കൊടുക്കാൻ പറ്റും. രാവിലെ 8:30 സദ്യ 8:30 മണി തൊട്ട് എല്ലാ ദിവസവും സദ്യ കൊടുക്കാൻ പറ്റും. ഇനി പായസം മാത്രമാണെങ്കിൽ 7:30 മണി തൊട്ട് കൊടുക്കാൻ പറ്റും. അത് ശരി. 8:30 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് സദ്യ കഴിക്കാം. സദ്യ കൊടുക്കാം. അങ്ങനെ ആൾക്കാർ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അങ്ങനെ മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് കൂടുതലും. അത് ശരി. കാരണം ഇപ്പൊ ഓഫീസിലേക്ക് പോകുമ്പോൾ ഉൾപ്പെടെ പൊതിച്ചോറ് ഉൾപ്പെടെ മേടിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. കാരണം പിന്നെ ഉച്ചയ്ക്ക് അത് മേടിക്കാൻ പോകണ്ട. പൊതിച്ചോറിൽ നമ്മൾ എന്തൊക്കെയുള്ളത്? പൊതിച്ചോറിൽ ഒരു 2 കറി, ഒഴിക്കാൻ 2 ഐറ്റം, ഒരു കൊണ്ടാട്ട മുളക്, അച്ചാറ്, ഇത് വാഴയില് പൊതിഞ്ഞിട്ടുള്ള സംവിധാനം. അതും എറണാകുളത്ത് എല്ലാവരും കിട്ടും. അതിന് എല്ലായിടത്തും കിട്ടും. എല്ലായിടത്തും അതൊരു ജനകീയമായിട്ട് അങ്കമാലി, ആലുവ അങ്ങോട്ട് അവിടെ ഉള്ളവർക്കൊക്കെ സ്വിഗ്ഗി സൊമാറ്റോ വഴി മേടിക്കാം. സ്വിഗ്ഗി സൊമാറ്റോയിൽ കലവറ വിജയലക്ഷ്മി എന്നുള്ള പേരിൽ സ്വിഗ്ഗി സൊമാറ്റോയിലുണ്ട് കേട്ടോ. ഇതുപോലെ ബോക്സിൽ കൊടുക്കുക. ഇത് എത്ര പേർക്കുള്ള? ഇത് ഒരു 2-3 വരെയുള്ള ചെറിയ സദ്യകൾക്കുള്ള ബോക്സുകളാണ്. ഇതെല്ലാം പാക്ക് ചെയ്ത് മറിയാത്ത രീതിയിൽ നല്ല പാക്കിംഗ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇലയൊക്കെ ഇതിനകത്ത് വെക്കും. ഇതിനകത്ത് ഇല മാത്രം മുകളിൽ വെക്കും. ഇല മാത്രം മുകളിൽ വെച്ച് നമ്മൾ ടേപ്പ് ചെയ്യും. ബാക്കിയുള്ള സദ്യ വിഭവങ്ങളെല്ലാം ഇത് 3 പേർക്കുള്ള. പിന്നെ ഒരു 10 പേർക്ക് 5 പേർക്കുള്ള ഇതിന് വലിയ ബോക്സ്. ഓക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ട് അല്ലേ? നമ്മുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. എവിടെയൊക്കെ ഔട്ട്ലെറ്റ് ഉണ്ട് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഔട്ട്ലെറ്റ് ഞാൻ പറഞ്ഞുതരാം. ഉദയംപേരൂര്, തൃപ്പൂണിത്തറ, എറണാകുളം, ചങ്ങമ്പുഴ പാർക്ക്, കുന്നുംപുറം, തിരുവാങ്കുളം. അതെ, ഇത്രയും സ്ഥലത്താണ് നമുക്ക് നമ്മുടെ ഔട്ട്ലെറ്റ് ഉള്ളത്. അപ്പൊ ഇത് പോരായി വരും. നീ കൂടുതൽ ആൾക്കാർ കുറെ സ്ഥലത്ത് തുടങ്ങേണ്ടി വരും. തീർച്ചയായിട്ടും അറ്റത്തുനിന്ന് വരണം. ഫ്രാഞ്ചൈസികളും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട്. ശരി. അല്ല, ഇനി എന്തൊക്കെ ഐറ്റംസുകൾ എന്ന് പറയും? പഴം, പപ്പടം പൊടിയൂല എങ്ങനെ വെച്ചാ? ഇല്ല, ഇങ്ങനെ വെച്ചാൽ പൊടിയില്ല. അച്ചാറ് 2 തരം ഉണ്ടാവും. പടുകപ്പുളി, മാങ്ങ, ഉപ്പേരി, ശർക്കര വരട്ടി, കിച്ചടി, പച്ചടി, ഇത് നെയ്പരിപ്പ്, ഇത് പുളിയിഞ്ചി, ഓലൻ, പിന്നെ നമ്മുടെ കൂട്ടുകറി, രസം, തോരൻ, തീർന്നിട്ടില്ല, അവിയല്, സാമ്പാറ്, ഇത് മോര്, കാളൻ. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. പാലട പായസം, പരിപ്പ് പായസം. അതെ. പിന്നെ ചോറ്. ഇങ്ങനെയായിരിക്കും ചോറിന്റെ. ഇത് 3 പേരുടെ ബോക്സ് ആണ് വെച്ചിരിക്കുന്നത്. 10 പേർക്ക് എത്ര പേർക്ക് വരെ? 10 പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ചോറ് അപ്പൊ നമ്മൾ സെപ്പറേറ്റ്. ഇങ്ങനെയാണ് നമ്മുടെ കലവറിന്റെ ബോക്സ് വരുന്നത്. പിന്നെ കഴിച്ചു നോക്കാം അല്ലേ? പിന്നെന്താ കഴിക്കാം. 2 തരം പായസം ഉൾപ്പെടെ 22 ഐറ്റം കേട്ടോ ഈ സദ്യ. സദ്യ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ. കാരണം നമ്മൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ട്. ഓരോ കറിക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേക സ്വാദ്. പായസം എടുത്ത് പറയുന്നതാണ്. പായസം എന്ന് പറഞ്ഞാൽ കഴിച്ചേ പറ്റൂ ഇവരുടെ പായസം. അപ്പോൾ മനോജ് ഭായ് നടത്തുന്ന തൃപ്പൂണിത്തുറയിലുള്ള വിജയലക്ഷ്മി കാറ്ററിംഗിന്റെ സ്വാദ് ഒരിക്കലെങ്കിലും നിങ്ങൾ അറിയണേ. സദ്യയുടെ ഡീറ്റെയിൽസും ഔട്ട്ലെറ്റിന്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം ഈ പോസ്റ്ററിലുണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. എന്തായാലും ഒന്നുകൂടി ഉഷാറായിട്ട് കുറെ പേർക്ക് ജോലിയൊക്കെ കൊടുക്കുന്നതിൽ വലിയ സന്തോഷം. ഹാപ്പി ഓണം.